അങ്ങനെ രാത്രി 11 മണിയായി. ഞങ്ങൾ കണ്ടേ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ പോവുകയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തപ്പോഴും എല്ലാവരും ഒന്ന് സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യണം, കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ധൃതി വെച്ച് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? സെക്കൻഡ് ഷോ കാണാനായിട്ട് പോവുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ. നോക്ക് 8 മണി ആവാറായി. ഞങ്ങളുടെ സെക്കൻഡ് ഷോ പോകുന്നത് കണ്ടോ, 4 മണിയുടെയൊക്കെ ഒരു സ്റ്റൈലിലിരിക്കുകയാണ്. ഇതാണ് അയർലൻഡിൻ്റെ ഗുണം. ഇവിടെ സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-11 മണിവരെയൊക്കെ ചിലപ്പം ഇതേ ഇതിൽ നിൽക്കും കേട്ടോ. ഞങ്ങൾ ചിലപ്പം ഇനിയിപ്പോൾ ഈ പടം കണ്ടിറങ്ങുമ്പോഴും ഇതുപോലെ ഇരിക്കും. 8:10-നാണ് 8:15-നാണ് പടം തുടങ്ങുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ 7:45 ഞങ്ങളുടെ കൂടെ ബാക്കി ടീമുകളൊക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ ഓൾറെഡി ചെന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുത്തെ നമ്മുടെ തിയേറ്ററൊക്കെ കാണാം. നിങ്ങൾക്ക് തിയേറ്ററൊക്കെ കണ്ട് നമ്മുടെ പടമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അതിൻ്റെ റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് വരാം. അങ്ങനെ തിയേറ്ററിലേക്കുള്ള സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഹിന്ദിപ്പാട്ട്. എന്ത് രസമാണെന്നറിയാമോ ഈ സമയത്ത് ഹിന്ദിപ്പാട്ടൊക്കെ കേട്ട് പടം കാണാൻ പോകുന്നുണ്ട്. ഒരു വൈബ് എങ്ങനെയുണ്ടടി? അടിപൊളി. ഇതാണ് മലയാളം പാട്ട് കേട്ടോണ്ടിരുന്നതാ. ഇവളുടെ കൂടെ കൂടി കുറേ ഹിന്ദി പാട്ടുകളൊക്കെ ഫാനാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ ഹിന്ദി പാട്ട് കേൾക്കാതെ ഉറക്കമില്ല കേട്ടോ. അയർലൻഡിലെ ഒരു മതിൽ കണ്ടോ, നോക്ക്. ഇതാണ് ഇവിടുത്തെ സ്റ്റൈല്. തേക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ലേ ഞങ്ങളിവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഒരു സ്റ്റൈലാണ് കണ്ടോ. നമുക്ക് നടന്നു പോകത്തക്ക ദൂരത്തിലേ ഒരു തിയേറ്റർ ഉള്ളത് നല്ലതല്ലേ? നമുക്ക് നടന്നു പോകത്തക്ക ദൂരത്തിലൊരു തിയേറ്റർ ഉള്ളത് എന്ത് അടിപൊളിയല്ലേ? സത്യത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ. നമുക്ക് നാട്ടിൽ പോലും അങ്ങനെ ഇല്ലല്ലോ അല്ലേ? നടന്നു പോകത്തക്ക ദൂരത്തിൽ ഉണ്ടോ തിയേറ്റർ? എടി ചിരിക്കണ്ട, നീ കാര്യം പറ. എന്താണെന്നറിയോ, ഇവിടെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ നടന്നപ്പം കാണാം കുറച്ച് പേര് നോക്കുന്നു. അപ്പോൾ ഇവർക്ക് ചിരി വന്നതാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടുള്ളതല്ലേ എടി? ഇപ്പം വണ്ടി വിളിച്ച് പോകണമായിരുന്നു. സൗദിയിൽ നിന്നപ്പോഴും വണ്ടിയിലൊക്കെ പോകണമായിരുന്നു. പക്ഷെ ഇപ്പം നോക്ക്, നടന്നു പോകത്തൊക്കെ ദൂരത്തിലൊരു തിയേറ്റർ ഉള്ളതൊരു അടിപൊളി കേട്ടോ. അപ്പോൾ സൺഡേയിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഈവനിങ്ങിന് എല്ലാവർക്കും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് സിറ്റിയിലോട്ട് ഇങ്ങനെ വന്നാൽ മതി. അടിപൊളി. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ഉള്ളൂ സിറ്റി. ഇവിടെ ഒത്തിരി ഷോപ്പുകളൊന്നുമില്ല. ഇങ്ങനെ ഡൺസ് ഉണ്ട്, പിന്നുള്ളത് പെന്നീസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ടെസ്കോ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളാണ്. ഇതിൻ്റെ തന്നെ ബ്രാഞ്ചുകളാണ് പിന്നെ ഒക്കെ എല്ലായിടത്തും ഉള്ളതൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ നമ്മുടെ സിറ്റിയിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ടൗൺ ഹാളിലേക്ക് പോവാം. നമ്മളങ്ങനെ ടൗൺ ഹാളിലേക്ക് കയറി. ഇതിനകത്താണ് കേട്ടോ നമ്മുടെ തിയേറ്റർ വരുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ ടീമെല്ലാം എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞങ്ങളിന്ന് 6 പേരല്ലല്ലോ, 6 പേരാണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇതിനകത്ത് വന്ന് കണ്ടില്ലേ, ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പം ഞങ്ങൾ പോപ്കോണും ഒക്കെ വാങ്ങിച്ചിട്ട് വേണ്ടേ ഞങ്ങൾ തിയേറ്ററിലേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് കയറി പോകണം കേട്ടോ. ചെല്ലട്ടെ. അപ്പം നമ്മളുണ്ടല്ലോ, നമ്മൾ പടം കാണാനായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ കണ്ടിട്ട് റിവ്യൂ പറയാം. അയർലൻഡിലെല്ലാം കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ പടം കാണാനായിട്ട്. അപ്പോൾ നമ്മളെല്ലായിടത്തും നമുക്ക് റിവ്യൂ ഒക്കെ ചോദിക്കണം. എടുത്തിട്ടോ. അയ്യോ, ഇത് ആരും ഇല്ലല്ലോടാ. ആഹാ, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തിയേറ്റർ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നോക്ക്, ആരുമില്ല. ഒരു ചെറിയ തിയേറ്ററാണ് കേട്ടോ. കണ്ടില്ലേ അനൂപേ? എടാ അനൂപ്, ഇവിടെ ഇനി ടർബോ വല്ലതും ആണോ? ഇവിടെ ടർബോ ആണോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ? എടാ പിന്നെ എന്തുവായിരുന്നു, ഗുരുവായൂർ അമ്പലനട ഇനി വേറെ തിയേറ്ററിലാണോ? 2 തിയേറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, പോപ്കോണിനകത്ത് ഇച്ചിരി ഉപ്പ് കൂടുതലുണ്ട് കേട്ടോ. അപ്പം കണ്ടില്ലേ, ഇവിടെ ആരും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കാണിച്ചു തരാം. 8:15-നാണ് പടം തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ 8:15 കേട്ടോ. ഇതിൻ്റെ ടോപ്പ് ലൈറ്റുകളൊക്കെ നിങ്ങൾ കണ്ടോളൂ. സൈഡിലൊക്കെ ആയിട്ട് റെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ പേടിപ്പെടുത്തുന്ന ഒരു സീനറിയാണ്.
പക്ഷേ കുഴപ്പമില്ല കേട്ടോ, നല്ല സീറ്റൊക്കെയാണ്. നമ്മുടെ സീറ്റിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ കണ്ട, ഞങ്ങളുടെ അയർലൻഡിലെ സീറ്റ് നോക്കും. നമ്മൾ എവിടെ വന്നാലും നമ്മുടെ അടി പിന്നെ കണ്ട അയർലൻഡിലെ സീറ്റിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ കോഫി വെക്കാം, ഇത് ചെയ്യാം. ആണോ? എനിക്ക് തോന്നുന്നില്ല, ഞാനൊക്കെ നാട്ടിൽ പടം കണ്ടിട്ട് കുറേ നാളായി. എല്ലായിടത്തും പോയോ? എനിക്കറിയത്തില്ല സുഹൃത്തുക്കളെ. ഇവിടെ എന്തായാലും ഒരു അടിപൊളി സീറ്റൊക്കെയാണ് കേട്ടോ, നല്ല കുഷ്യനുണ്ട് കേട്ടോ. കണ്ടില്ലേ, കണ്ടില്ലേ, അടിപൊളി. അപ്പം പക്ഷെ കുഞ്ഞ് തിയേറ്റർ കേട്ടോ, എന്നിട്ട് പോലും ഇതിനകത്ത് ആളില്ല. ആള് വരുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തിയേറ്ററിലേക്ക് ഇപ്പം ജനപ്രവാഹമാണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അയ്യോ എടി ഫിയോണ, എങ്ങനെ ഉണ്ടായിരുന്നു പടം? ചിരിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അപ്പോൾ നേരെ നമ്മുടെ പടം കണ്ടിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. അനൂപ്, എങ്ങനെ ഉണ്ടായിരുന്നു പടം? ഇന്റർവെല്ല് വരെ അടിപൊളിയായിരുന്നു, കുറെ ചിരിക്കാനുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. ആ അതെ അതെ അതെ, അത് തന്നെ. കുറെ പടത്തിന്റെ റഫറൻസും കേട്ടിട്ട് ഇന്റർവെല്ല് കഴിഞ്ഞ് ഭയങ്കര ലാഗായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പടം? ഇഷ്ടപ്പെട്ടോ? കുറച്ച് കോപ്പിയടി ഉള്ളത് പോലെ ഉണ്ട്, പക്ഷെ നല്ല ചിരിക്കാനുണ്ടായിരുന്നു അല്ലേ ആദ്യത്തെ ഇന്റർവെല്ലിന്റെ മുന്നേ വരെ. ഓക്കെ, താങ്ക് യു. അങ്ങനെ രാത്രി 11 മണിയായി. ഞങ്ങൾ കണ്ടേ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ പോവുകയാണ്. ഒരു അപാര വൈബ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ 11 മണിവരെയൊക്കെ ചിലപ്പം വെട്ടമുള്ളതാട്ടോ. 10:30 വരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പുറത്ത് വെട്ടമുള്ളതൊക്കെ കേട്ടോ. ഇപ്പം ഞങ്ങൾ 11 മണിയാകാൻ പോവാണ്. അപ്പോഴത്തേക്ക് ശരിക്കും നൈറ്റൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ സമ്മർ ആയതുകൊണ്ടേ 10:30 വരെയൊക്കെ നല്ല എന്താ പറയുന്നത്, ഒരു 5 മണിയുടെ രീതിയിലൊക്കെ ആയിരിക്കും ഇവിടുത്തെ സിറ്റിയൊക്കെ കാണുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, നല്ലൊരു പടമായിരുന്നു, കുറേ ചിരിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.